ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടത്തി. എറണാകുളം മണ്ഡലത്തിലെ സൂക്ഷ്മ പരിശോധന വരണാധികാരിയും ജില്ലാ കളക്ടറുമായ NSK ഉമേഷിന്റെ നേതൃത്വത്തിലും, ചാലക്കുടി മണ്ഡലത്തിലെ സൂക്ഷ്മ പരിശോധന വരണാധികാരിയും അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശ സി എബ്രഹാമിന്റെ നേതൃത്വത്തിലുമാണ് നടത്തിയത്. എറണാകുളത്ത് 4 പത്രികകളും ചാലക്കുടിയിൽ 1 തള്ളിയത്. ചാലക്കുടി മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 12 സ്ഥാനാർത്ഥികളാണ് രംഗത്ത്. 13 പേരാണ് പത്രിക സമർപ്പിച്ചത്. സൂക്ഷ്മ പരിശോധനയിൽ ഒരു സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ നിലവിൽ 12 പേരാണ് ചാലക്കുടി മണ്ഡലത്തിലുള്ളത്. CPIM സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥന്റെ പത്രിക സ്വീകരിച്ചതിനാൽ ഡമ്മി സ്ഥാനാർത്ഥി ഡേവിസിന്റെ പത്രികയാണ് തള്ളിയത്. ചാലക്കുടി മണ്ഡലം വരണാധികാരിയും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായ ആശ സി എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തിയായത്. ഏപ്രിൽ 8-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതിനുശേഷം മണ്ഡലത്തിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയും നിലവിൽ വരും. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. ആകെ ലഭിച്ച 14 നാമനിർദ്ദേശ പത്രികകളിൽ 4 പത്രികകൾ തള്ളി. CPIM സ്ഥാനാർത്ഥി KJ ഷൈനിന്റെ ഡമ്മി സ്ഥാനാർത്ഥി ടെസിയുടെയും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണന്റെ ഡമ്മി സ്ഥാനാർത്ഥി ഷൈജുവിന്റെയും പത്രികകളാണ് തള്ളിയത്. സത്യവാങ്മൂലം കൃത്യമായി പൂരിപ്പിക്കാത്തതിനാലും കൃത്യമായ എണ്ണം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാത്തതിനാലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ സിയാദ് VA, നൌഷാദ് എന്നിവരുടെയും പത്രികകളും സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. പത്രികകൾ പിൻവലിക്കുവാനുള്ള അവസാന തീയതി ഏപ്രിൽ 8-നാണ്. അതിനുശേഷം മത്സര ചിത്രം വ്യക്തമാക്കും. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? എന്നാൽ നമുക്ക് കുറച്ച് വെറൈറ്റി ഫുഡ് കഴിച്ചാലോ? ഷാക്ക്, ബുസായി ബീഫ്, ഫിറ, കസാവ എന്നിങ്ങനെ 40ഓളം സോൾട്ട് സ്പെഷ്യൽ ഡിഷസ്. മാത്രമല്ല, നാടൻ വേണ്ടവർക്ക് നാടൻ, ചൈനീസ് വേണ്ടവർക്ക് ചൈനീസ്, അറബിക്ക് വേണ്ടവർക്ക് അറബിക്. സോൾട്ട് റെസ്റ്റോറൻറ്റ്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ.